ഏതായാലും കന്നി ബജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികൾ. ഓലമേഞ്ഞ ചോർന്നൊലിക്കുന്ന വീടുകളിൽ നിന്നൊരു മോചനം ഉണ്ടാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. മണ്ണെണ്ണ സബ്സിഡി പോലെ ഡീസലിനും സബ്സിഡി നൽകണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ഞാനുള്ളത് പൊന്നാനി ഹാർബറിലാണ്. ട്രോളിംഗ് നിരോധനം കാരണം ഇന്ന് തൊഴിലാളികൾ ആരും എത്തിയിട്ടില്ല. പക്ഷേ വി ഡി സതീശൻ സർക്കാരിൻ്റെ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ടോ? വളരെയധികം ആശ്വസിക്കാനുള്ള വകയുണ്ട്. സ്വാഗതാർഹമാണ്. കാരണം ഈ മത്സ്യമേഖലയിൽ നേരിടുന്നത് വീടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട് വെക്കാൻ പൈസ ഇല്ലാതെയും പിന്നെ ഇവർ അന്നൊന്ന് ബോട്ടിൽ പോയി 500-300 രൂപയുടെ ജീവിതം കഴിയുന്ന ഫാമിലികളാണ് ഇവിടെ ഏറെക്കുറെ കൂടുതലുള്ളത്. അപ്പോൾ അവർക്കെല്ലാം ഭവന നിർമ്മാണം ഗവൺമെൻറ് വക കിട്ടാൻ തന്നെ വളരെ ആശ്വാസം. കാരണം മുമ്പ് മുനിസിപ്പാലിറ്റിയിലുള്ളത് 4 ലക്ഷം രൂപ കിട്ടും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തൂല. എന്നിട്ട് അവർ ലോൺ കൊണ്ടെടുക്കും. ലോൺ ഓലമേഞ്ഞ വീടുകൾ കാണാൻ ഒരുപാട് ആയിരത്തിൽ കൂടുതൽ ഓലപ്പേരെ പൊന്നാനിൽ മാത്രമുണ്ട്. അത് ഇതെല്ലാം എടുത്ത് ഒഴിവാക്കാൻ ഈ ഒരു നടപടി സർക്കാർ സ്വീകരിച്ച് വളരെ അതിനെ സ്വാഗതം ചെയ്യുന്നതായിരുന്നു. മറ്റാവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഉന്നയിച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കാതെ വന്നത് എന്തെങ്കിലും ഉണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ ട്രോളിംഗ് ബോട്ടുകൾക്ക് ചെറിയൊരു സബ്സിഡി ഉണ്ടായിരുന്നു. അത് പിൽക്കാലത്തുള്ള സർക്കാരുകൾ വന്നപ്പോൾ എല്ലാം നിർത്തലാക്കി. പക്ഷേ അത് കേരളത്തിൽ മാത്രമാണ് ഈ ട്രോളിംഗ് ബോട്ടുകൾക്ക് സബ്സിഡി ഇല്ലാത്തത്. കേരളത്തിൽ 2 വിഭാഗമാക്കിയിട്ടാണ് മത്സ്യത്തൊഴിലാളികളെ സർക്കാർ തിരിച്ചിട്ടുള്ളത്. ഒന്ന് പരമ്പരാഗത, ഒന്ന് ട്രോളിംഗ് ബോട്ടുകളും. ഈ പരമ്പരാഗത എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സംവിധാനം ഇല്ല. അതൊക്കെ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പാണ് പരമ്പരാഗത ഉണ്ടായത്. മണ്ണെണ്ണയ്ക്ക് സബ്സിഡി കൊടുക്കുന്നത് പോലെ ഡീസലിനും സബ്സിഡി കൊടുക്കണം. എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്. മറ്റൊന്ന് ഈ കടൽ ഭിത്തിയെ സംബന്ധിച്ചാണ്. കടൽ ഭിത്തിയിലൊക്കെ ഏകദേശം വലിയ തുക മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ട്. പൊന്നാനിയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ കടക്ഷോഭം വരാൻ ഇരിക്കുകയാണ്. വലിയ ആശ്വാസമാണ്. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സർക്കാരുകൾ ഇവിടുന്ന് ജയിച്ചു പോയ ജനപ്രതിനിധികളും ചെയ്തത് വഞ്ചനാപരമായ ഒരു നിലപാടാണ് എടുത്തിരുന്നത്. കുറച്ച് പേച്ച് എടുക്കും, കുറച്ച് പൈസ പാസ്സാക്കും, കുറച്ച് പേച്ച് നടത്തും, വേണ്ടിയ പോലെ ഇടില്ല, തോന്നിയ പോലെ ഇട്ടിട്ട് ഇറിഗേഷൻ പോകുമ്പോൾ തോന്നിയ പോലെ എവിടെ ഇടും, ആളുകളെ കണ്ണി പൊട്ടിട്ട് പോക്കാൻ. അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ശാസ്ത്രീയമായ രീതിയിൽ ടെട്രാപോഡ് എന്ന സമ്പ്രദായം ഇവിടെ പൊന്നാനിൽ നടപ്പിലാക്കണം. എന്തായാലും പ്രതീക്ഷ കൈവിടുന്നില്ല. കടൽക്ഷോഭം ഏറെയുള്ള പ്രദേശമാണ്. അവിടെ കടൽ ഭിത്തി എന്നത് വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. അതിനൊക്കെ ഒരു മാർഗം തെളിയുന്നു. നല്ല കാലം വരുന്നു എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. അക്ഷയ്ക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.